പറയാം, പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. വരദാനങ്ങൾ നമ്മളിൽ പ്രവർത്തിച്ചു. ദർശനവരത്തിലൂടെ, ഭാഷാവരത്തിലൂടെ, പ്രാർത്ഥനാവരത്തിലൂടെ, രോഗശാന്തി വരത്തിലൂടെ എല്ലാം പല കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് ചെയ്തു. ഒന്നുകൂടി സ്തുതിച്ച് നന്ദി പറയാം. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഇനി ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ഒരുപാട് പേര് നമ്മൾ ചെയ്ത്, കുറച്ച് പേരെങ്കിലും വന്ന് നിങ്ങൾക്ക് കിട്ടിയ ദർശനങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളൊന്ന് പങ്കുവെച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തണം. അത് കഴിയുമ്പോഴാണ് പിന്നെ ഒരു റൗണ്ട് കൂടി പിന്നെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു സാക്ഷ്യം കേട്ട് കഴിയുമ്പോഴാണ് അങ്ങനെയാണല്ലേ, അതെനിക്കും കിട്ടിയായിരുന്നു, ഇങ്ങനെ കുറച്ചും കൂടി ഒരു കോൺഫിഡൻറ്റ് നമുക്ക് വരും. അങ്ങനെയാണ് ഇത് പ്രൊസീഡ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ദർശനങ്ങൾ കിട്ടിയവരും അനുഭവം ഉണ്ടായവരും വേഗം ഓരോരുത്തരായിട്ടൊന്ന് വന്ന് പങ്കുവച്ചാൽ വളരെ സന്തോഷമായിരിക്കും. ആർക്ക്? ഈശോനും പരിശുദ്ധാത്മാവിനും കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും. വേഗം വായോ. യെസ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വരദാനങ്ങളെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടായിക്ക് അനിയനാണ്, ലൂക്ക 1:30 കിട്ടിയ, 1:28 കിട്ടിയ. അപ്പോൾ അത് വായിച്ചപ്പോൾ ഇതാണ് കർത്താവിൻ്റെ ദൈവകൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എനിക്കത് കിട്ടിയപ്പോൾ എനിക്കത് ഉള്ളിലിങ്ങനെ ആത്മാവിങ്ങനെ പറഞ്ഞു തരുന്നു ഇങ്ങനെ. പക്ഷെ എനിക്കത് പറയാനൊരു ഭയവും ഒരു ബുദ്ധിമുട്ട് പോലെ. വീണ്ടും ഇങ്ങനെ പറഞ്ഞ് അത് എടുത്ത് വായിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാനത് എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് വചനം അറിയാൻ വേണം അതേതാണെന്ന്. എടുത്ത് വായിച്ചപ്പോൾ ആ വചനമായിരുന്നു കിട്ടിയ. രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ അടുത്ത് പോയപ്പം അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആ ചേട്ടാ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ പുള്ളിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടായി പറയുന്നത് എൻ്റെ കരങ്ങൾ തലയിൽ വെച്ചപ്പോൾ, എൻ്റെ കരങ്ങൾ സഹോദരൻ്റെ തലയിൽ വെച്ചപ്പോൾ ഒരു ചൂട് പോലെ അനുഭവം അദ്ദേഹത്തിൻ്റെ ശിരസിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞു. അപ്പം എനിക്കത് അനുഭവപ്പെട്ടില്ല, പക്ഷേ പുള്ളിക്കത് അനുഭവപ്പെട്ടു. രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് വന്നപ്പോൾ മോൻ്റെ വിഷയമായിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ. അപ്പം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അടുത്ത് കിട്ടിയത് ഒരു വിഷയം കാണിച്ചിരുന്നു, പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു വിഷയം ഇങ്ങനെ കാണിച്ചു തരുന്നു. അപ്പോൾ ചോദിച്ചപ്പം പറഞ്ഞ് എനിക്ക് ഒരു പഠിക്കാനുള്ള വിഷയം ഉണ്ട്, ബുദ്ധിമുട്ട്, കെമിസ്ട്രി അല്ലേ, അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പഠിക്കാൻ. അപ്പോൾ അത് പ്രാർത്ഥിച്ച് അത് കിട്ടി. അത് കഴിഞ്ഞ് ഒരു വചനം ഈശോ പറഞ്ഞു, ലൂക്ക 2:30 എടുത്ത് വായിക്കാൻ കൊടുക്കാൻ പറഞ്ഞിങ്ങനെ. അതും ആദ്യം ഞാൻ ഇങ്ങനെ ഒരു ഭയം വരും. പിന്നെ ആദ്യത്തെ ഒരു ധൈര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ആ വചനം ഇങ്ങനെയായിരുന്നു, ഇതമ്മനെ ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണം. മൂന്നാമത്തെ ഗ്രൂപ്പിലേക്ക് അപ്പം മോനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞ ഈ സൈഡ് ഭയങ്കരമായിട്ട് വേദന ഇങ്ങനെ. അപ്പോൾ എനിക്ക് വേദന ഉണ്ടായിരുന്നു, ഇവിടെ ഇരുന്നില്ല. ഞാൻ ഈ സൈഡിൽ വേദന ഉണ്ട്. അപ്പം അവന് ആ അനുഭവം കിട്ടി. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലേക്ക് വളരാനുള്ളൊരു കൃപ കിട്ടി. മൂന്നാമത്തെ ഗ്രൂപ്പിലേക്ക് അപ്പം ലിജോ പ്രാർത്ഥിച്ചപ്പോൾ അല്ലേ, ലിജോ അല്ലേ, പ്രിൻസ് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉത്കണ്ഠ കാണിച്ചിരുന്നു, ഉത്കണ്ഠപ്പെടുന്നതായിട്ടുള്ള ഇങ്ങനെ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അതാ ശരിയാ, ഉത്കണ്ഠയുണ്ട്, ഒരു ബിസിനസ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഉത്കണ്ഠപ്പെടുന്നു. രണ്ടാമത് ഇതിന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ വചനം ഉടനെ തന്നു. അത് ഏഷ്യ 41:13 അല്ലേ, 41:13
ഞാൻ അങ്ങനെ മറന്നുപോയി വചനം. ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വചനം. അപ്പോൾ അത് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ബൈക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നു. അപ്പോൾ ബൈക്ക്, അപ്പോൾ ഞാൻ ചോദിച്ചു ബൈക്കുണ്ടോ, വീട്ടിലുണ്ടോ ബൈക്കൊന്നുമില്ല. അപ്പം ഫ്രണ്ട്സ് പറഞ്ഞു ഒരു ബൈക്ക് ഇങ്ങനെ ഓഫർ ഉണ്ട്, എനിക്ക് കിട്ടാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക. അപ്പോൾ അത് പ്രാർത്ഥിച്ചിട്ട് മേടിക്കാൻ പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെയാണെന്നുള്ളത്. അപ്പം ബിജോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അത് ഞാൻ പറഞ്ഞു ഫ്രണ്ട്സ് പറയണം. ഓക്കെ, ഇത്ര ഒരു അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ് തന്നത്. ഈശോയ്ക്ക് നന്ദി പറയുന്നു, പരിശുദ്ധാത്മാവിന് നന്ദി. പ്രിൻസ് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ശരീരത്തിൽ വേദന, എനിക്ക് ഇവിടെ ഈ വേദനയായിട്ടല്ലേ, വേദന അനുഭവപ്പെടുന്നതായിട്ട് പ്രിൻസ് പറഞ്ഞു. രണ്ടാമതെന്നായിരുന്നു പറഞ്ഞത്? ജോലിക്ക് അതിൻ്റെ പുറത്ത് പോകുന്നു, ഞാൻ ഒരു പെട്ടിയായിട്ട് നിൽക്കുന്നതായിട്ട് പോകുന്നതായിട്ട് പ്രിൻസിനത് കാണിച്ചു കൊടുക്കുന്നു. പ്രൈസ് ലോർഡ്. വരാം, സഹോദരിമാരിൽ ഒരാൾ വരാം. ദൈവത്തിന് സ്തുതി. ആദ്യത്തെ ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിച്ചപ്പോഴേ ഒത്തിരി വയറ്റിലേക്കോൺ കോഴിക്കുഞ്ഞുങ്ങളെയാണ് എനിക്ക് കിട്ടിയത്. എന്താണെന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം വിവരിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. കണ്ടു. അപ്പം ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. പക്ഷേ മുറ്റം നിറച്ച് നല്ല വെളുത്ത തുടുത്ത കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടു. രണ്ടാമത്തെ ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം തൊട്ട് എനിക്ക് ശക്തമായ നടുവേദന. അപ്പം ഞാൻ ആ മോളോട് ചോദിച്ചു, മോളെ നമുക്ക് നടുവേദന ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഇന്നലെ തൊട്ട് എനിക്ക് നടുവേദന തുടങ്ങിയതാണെന്ന് പറഞ്ഞു. അത് രണ്ടും എനിക്ക് പ്രാർത്ഥിച്ചു. എൻ്റെ നടുവേദന ഞാൻ പിന്നെ മൂന്നാമത്തെ ഗ്രൂപ്പിലേക്ക് പോയി. അതൊരു അമ്മച്ചിയായിരുന്നു. അപ്പച്ചന് മാത്രമേ ഉള്ളൂ. ഒത്തിരി സമ്പന്ന ജീവിക്കുന്ന ഒരു ദമ്പതികൾ. പക്ഷേ ദേശാംശം കൊടുക്കാനോ ഒരു പ്രാർത്ഥനയിൽ സഹകരിക്കാനോ, അപ്പച്ചൻ എത്ര വയസ്സുണ്ടെന്നറിയാവോ? 78 വയസ്സ്. ഇനി അപ്പച്ചൻ നടന്നാൽ എത്ര ദൂരം നടക്കും എനിക്കറിയില്ല. എന്നാലും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ഒത്തിരി അപ്പച്ചനൊരു നല്ല നവീകരണത്തിൽ വരാനും ഇച്ചിരി കൂടി ഒരു ആത്മീയതയിൽ വരാൻ. കൊന്തയ്ക്കാണേലും ആണ്ടൂമുസാരമുണ്ട്. പക്ഷേ കൊന്തയ്ക്കാണേലും പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് അമ്മച്ചി പാടുമ്പോൾ അപ്പച്ചന് മനസ്സുണ്ടെങ്കിൽ വന്നിരുന്നു, ഇല്ലെങ്കിൽ പോയി. അത്രയേ ഉള്ളൂ. പിന്നെ അമ്മച്ചിയോട് പറഞ്ഞു, അങ്ങ് ചെല്ലുമ്പോൾ അമ്മച്ചിയോടെ ചോദിക്കുള്ളൂ, ഞാൻ നിന്നെ ഏൽപ്പിച്ചിരുന്ന എൻ്റെ മകൻ എവിടെയെന്നാ. അതുകൊണ്ട് അപ്പച്ചന് വേണ്ടിയിട്ട് ഒത്തിരി നല്ലപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ ദശാംശം, 2 മക്കളുള്ളത് സമ്പന്നതയിൽ ജീവിക്കുന്നവർ, അവരുടെ ശമ്പളത്തിൻ്റെ ദശാംശം അമ്മച്ചി മേടിച്ചെടുക്കണം. എന്നിട്ട് പറ്റുന്നവർക്ക് നമുക്ക് ചെയ്യാൻ നമ്മുടെ പൈസ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. കെട്ടിക്കാൻ പ്രായമായി ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരെ, വീട് വെക്കാൻ നിവർത്തിയില്ലാത്തവരെ വീട് മേയാൻ നിവർത്തി, അങ്ങനെയുള്ളവർക്ക് കൊടുത്താൽ അതൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ ഇവരുടെ ആയുസ് കൂട്ടും, ഇവർക്കുള്ള അനുഗ്രഹം കിട്ടും എന്നാണ് എൻ്റെ. ഈ കോഴിക്കുഞ്ഞ് കണ്ടു എന്നൊക്കെ പറയണതിന് ഇനി വീണ്ടും പ്രാർത്ഥിച്ചു. ആർക്കാണ് കോഴിക്കുഞ്ഞ് കണ്ടത്? അപ്പോൾ അതിന് കോഴി വളർത്താനുള്ള സന്ദേശമല്ല അത്, അങ്ങനെയുള്ളത് മനസ്സിലാക്കണം. അല്ല, അത് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ വരം വെച്ച് പ്രാർത്ഥിക്കണം. എന്താണ് അതിൻ്റെ ജ്ഞാനത്തിൻ്റെ വചനം എന്താണ്? ചിലപ്പോൾ കുറേ ആത്മാക്കളെ കൊണ്ടുവന്നായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എവിടെ? ഓക്കെ. അത് നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് നോക്കിയാൽ മതി. കുറച്ച് പ്രാർത്ഥിക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ കർത്താവ് കാണിച്ചിട്ട് എന്താണ് ആ കോഴിക്കുഞ്ഞിനെ കണ്ടതിൻ്റെ അർത്ഥം എന്താണ്. ഓക്കെ. ഒരിക്കൽ ഒരു സഹോദരി ഇതേമാതിരി പ്രാർത്ഥിച്ചപ്പോൾ, ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു തള്ളക്കോഴിയും 9 കോഴിക്കുഞ്ഞിനെ കണ്ടു. അപ്പോൾ അവർ വിചാരിച്ചത് എന്താണ്,
അതിനകത്ത് ഒരു കറുത്ത കോഴിക്കുഞ്ഞ്. അപ്പോൾ അവർക്ക് മനസ്സിലായി അവർ നോവീസ് മിസ്ട്രസ്സാണ്. അവർക്ക് 9 നോവീസസ് ഉണ്ട്. അതിനകത്ത് ഒരു നോവീസ് ആഫ്രിക്ക എന്നുള്ളതാണ്, അതാണ് കറുത്തത്. അതിലൂടെ അവർക്ക് മനസ്സിലായി, ദൈവമേ, അവർക്ക് നോവീസ് മിസ്ട്രസ് ആകാനും ആഗ്രഹമില്ല, ആ ഒരു ദൗത്യത്തെ ഒട്ടും ഇഷ്ടമാവണില്ല. അതുകൊണ്ട് സുപ്പീരിയേഴ്സ് അവരെ നോവീസ് മിസ്ട്രസ് ആക്കിയതിൽ ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ ആ വിഷമം മാറി പരിശുദ്ധാത്മാവ് അതിനെ അപ്രൂവ് ചെയ്തതായിട്ട് തോന്നി. അങ്ങനെയൊക്കെ രസകരമായ സന്ദേശങ്ങൾ കിട്ടും. ഓക്കെ, അടുത്ത ആൾ വരാം. ഇതാ എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? ഡിജോ. ആ, ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, പറഞ്ഞു. ഫ്രണ്ട്സിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ഹാർട്ടിൻ്റെ ഇവിടെ ഭയങ്കരമായിട്ട് വേദന എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എന്തെങ്കിലും ഹാർട്ട് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഫ്രണ്ട്സ് പറഞ്ഞു, നേരത്തെ എനിക്ക് ഇങ്ങനെ ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് നേർച്ചയൊക്കെ വെള്ളങ്കണ്ണിലും അവിടെയെല്ലാം പോയി എന്നുള്ള ധാരണയിൽ ഞാൻ ഇരിക്കുക, പോയി എന്ന് വിശ്വസിക്കുന്നു പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ അനുഭവപ്പെടുന്നു, അതുകൊണ്ടാണ്. അപ്പം കർത്താവ് അത് സൗഖ്യം തരുന്നതിൻ്റെ ഒരു പ്രതീകമായിരിക്കും അത്. ഇങ്ങനെ അനുഭവം എനിക്ക് ഒന്ന് പറഞ്ഞു, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനും ഫ്രീ ആയി, പുള്ളിക്ക് ആ വിശ്വാസമായി. പ്രൈസ് ദി ലോർഡ്. വെരി ഗുഡ്. യെസ്, അടുത്ത ആൾ വരാം. ഇവിടെ സിസ്റ്റേഴ്സ് ആരെങ്കിലും ആയോ? Yes, good. ഞാൻ ആദ്യത്തെ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ശക്തമായ തലവേദന തോന്നിയപ്പോൾ തലവേദന ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനിങ്ങനെ വേറൊരു ചെസ്റ്റ് പെയിനിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പം അതും ആ സഹോദരിക്ക് ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അടുത്ത ഗ്രൂപ്പ് പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ കണ്ടത് ഒരു അമ്മച്ചിയെ, കുണുക്കെട്ട ഒരു അമ്മച്ചിയെ എനിക്ക് കാണിച്ചു തരുമോ. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മച്ചി ആരാ? ഒരു കുണുക്കെട്ട അമ്മച്ചി, ഇവിടെ ഒരു മറുകുള്ള അമ്മച്ചിയെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ആ പുള്ളിയുടെ സിസ്റ്ററിൻ്റെ ഗ്രാൻഡ് മദറാണ്, മരിച്ചു പോയത്. അങ്ങനെ അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞു, അമ്മച്ചി നല്ല മിടുക്കിയായിട്ട് നല്ല സന്തോഷപൂർവ്വം ഇരിക്കുന്നതാണ് കാണുന്നതെന്ന് പറഞ്ഞു. അമ്മച്ചി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാനിങ്ങനെ പറഞ്ഞു. പിന്നെ വീണ്ടും ഞാനൊരു സിസ്റ്ററിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ആ സിസ്റ്ററിനോട് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ കണക്ക് കുറേ കോഴിക്കുഞ്ഞുങ്ങളെ ഞാനും കണ്ടത്. എനിക്കതിൻ്റെ എന്നാണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലായൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ എന്നിട്ട് പിന്നെ കുറേ പ്രത്യേകത കിട്ടുന്നില്ലെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പെട്ടെന്ന് എൻ്റെ കൈയ്യടി ഇവിടെ തന്നെ, എനിക്ക് ആ സിസ്റ്ററിനെ കുറിച്ച് പ്രത്യേകം ഒന്നും അറിയത്തില്ല, കൈയ്യടി ഇവിടെ തന്നെ പെട്ടെന്നൊരു വെട്ടുന്ന മാതിരിക്കൊരു വേദന ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് സിസ്റ്ററിൻ്റെ കൈക്ക് വല്ലതും ഉണ്ടോയെന്ന് വെച്ചാൽ കൃത്യം ഇവിടെ ഞാൻ കാണിച്ചു കൊടുത്തു. എന്നാലും പറഞ്ഞു, ആ കൈയ്യടി ഇവിടെ ഏതാണ്ട് സ്റ്റീലോ ഇങ്ങനെ ഏതാണ്ട് ഇട്ടിരുന്ന അതിന് വേദന ഇടയ്ക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു. അതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത്രയും എനിക്ക് കിട്ടിയത്. വെരി ഗുഡ്. കൈയടിച്ച് എന്ന് പറയാം. ഇനി സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാൾ വരൂ. സഹോദരന്മാർ, ആരെങ്കിലും? ഞങ്ങളുടെ ഗ്രൂപ്പ് 3 ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതിൽ 2 ഗ്രൂപ്പിന് ഒരു സന്ദേശമൊന്നും കിട്ടിയില്ല. ഒരു ഗ്രൂപ്പിൽ ഔസേപ്പച്ചെന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു തടാകത്തിൻ്റെ ഒരു ചിത്രം കാണിച്ചു തന്നപ്പോൾ ചോദിച്ചു, തടാകം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, തടാകം ഒരു പുഴ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, അതിനെക്കുറിച്ചൊന്നുമില്ല. പിന്നെ ഒരു നമ്പർ ഒന്നുകൂടി പ്രാർത്ഥിച്ചു നോക്കി. കുറേ നേരം പ്രാർത്ഥിച്ചപ്പോൾ ഒരു നമ്പർ കാണിച്ചു, 113 പോലെ ഒരു നമ്പർ. അപ്പോൾ ആൾ പറഞ്ഞു വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ
അത് കാണാനില്ല. അത് 2 പ്രാവശ്യം നമ്മൾ ബ്ലാങ്ക് ആയിട്ട് കാണാം. അത് ഞാൻ ഒരു സന്ദേശം പോലെ ഞാൻ ബൈബിൾ എടുത്ത് നോക്കി. ലൂക്കയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 13 എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഭയപ്പെടേണ്ട എന്നുള്ളൊരു വചനം കിട്ടി. ഇത്രയും മതി നമുക്കപ്പോൾ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എങ്ങനെ പരിശുദ്ധാത്മാവ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ സന്ദേശങ്ങളൊക്കെ തരണതില്ലേ. എന്തു പറയണം അമ്മച്ചി? ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇനി ഇത് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇപ്പം ചെയ്യണോ അത് ഇനി സൗകര്യമുള്ള പുറത്തും ചെയ്യണോ? ഇപ്പോൾ സമയം ഒരുപാടായി. ഇപ്പം അതുകൊണ്ട് ഇപ്പം ചെയ്യണ്ടേ. ഇനി നാളെ നമുക്കൊരു റൗണ്ട് ചെയ്യാം കേട്ടോ. നാളെ നമുക്ക് ചെയ്യാം എപ്പോഴും. ഇപ്പം നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മളുടെ നൈറ്റ് അഡറേഷൻ ആരംഭിക്കുന്നു. ഇപ്പോൾ മണി 10 ആയി. ഇപ്പോൾ 10 മണി വരെയുള്ളവർ കഴിയാറായി. 11 മണി